ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബാബിലോണിയയിലെ സിംഹമടയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട മഹാനായ പ്രവാചകനാണ് ദാനിയേൽ നബി അലൈഹിസ്സലാം. അല്ലാഹുവിൽ മാത്രം വിശ്വസിച്ചതിന്റെ പേരിൽ വിശന്നുപൊരിഞ്ഞ സിംഹങ്ങൾക്കിടയിലേക്കെറിയപ്പെട്ട ആ പരിശുദ്ധ പ്രവാചകനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സർവശക്തനായ അല്ലാഹു കാത്തുരക്ഷിച്ചു. കാലങ്ങൾക്കിപ്പുറം അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് പേർഷ്യയിലെ തസ്തർ പ്രവിശ്യ മുസ്ലിം സൈന്യം കീഴടക്കിയപ്പോൾ കൊട്ടാരത്തിലെ ഒരു രഹസ്യമുറിയിൽ ഒട്ടും ജീർണിക്കാത്ത രീതിയിൽ ആ തിരുശരീരം അവർ കണ്ടെത്തുകയുണ്ടായി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ പരിശുദ്ധ ശരീരം ഉറങ്ങിക്കിടക്കുന്ന ഒരാളെപ്പോലെ പുതുമയോടെ ഇരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട സൈന്യം വിവരം ഉടനെ തന്നെ ഖലീഫയെ അറിയിച്ചു. അത് ദാനിയേൽ നബി അലൈഹിസ്സലാമാണെന്ന് തിരിച്ചറിഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർകൾ ഭാവിയിൽ ഈ ഖബർ ഒരു ആരാധനാ കേന്ദ്രമായി മാറുമോ എന്ന് ഭയപ്പെട്ടു. ജനങ്ങൾ അല്ലാഹുവിനെ മറന്ന് പ്രവാചകനോട് പ്രാർത്ഥിക്കാനും ഷിർക്കിലേക്ക് വീണുപോകാനും ഇത് കാരണമായേക്കാം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർകൾ മുൻകൂട്ടി കണ്ടു. അതിനാൽ തൗഹീദ് സംരക്ഷിക്കുന്നതിനായി പകൽ സമയത്ത് പലയിടങ്ങളിലായി 13 ഖബറുകൾ വെട്ടാനും രാത്രിയുടെ മറവിൽ ആരുമറിയാതെ അതിലൊന്നിൽ ആ പ്രവാചകനെ അടക്കം ചെയ്യാനും കൽപ്പന നൽകി. ഇന്നും ആ ഖബർ എവിടെയാണെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഷിർക്കിന്റെ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശുദ്ധമായ ഏകദൈവ വിശ്വാസം സംരക്ഷിച്ച ഉജ്ജ്വലമായ ഒരു ചരിത്രമാണിത്.